എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. മിഷൻ ഫസ്റ്റ് റാങ്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ്, പിന്നെ 10 മലയാളം ക്വസ്റ്റ്യൻസും 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മിസ്റ്റർ ഹെൻറി മിൽ ഇൻവെൻറ്റഡ് ദ ടൈപ്പ് റൈറ്റർ ഇൻ ദ ഇയർ. ഹെൻറി മില്ല് ഏത് വർഷമാണ് ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1714 ആണ്. 1714. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ? താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ വായിക്കുന്നില്ല, എന്താണെന്ന് വെച്ചാൽ തെറ്റുള്ളത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിൽ പതിയും. അത് വേണ്ട, അതുകൊണ്ട് നിങ്ങളത് നോക്കിയിട്ട് ആൻസർ മാർക്ക് ചെയ്യുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 4. ഓക്കെ. ഓൾ മോഡേൺ ടൈപ്പ് റൈറ്റേഴ്സ് ഹാവ് ഓൺലി ദ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് കീബോർഡ്. ലെറ്റർ എ ആൻഡ് സെമികോളൻ ആർ ടേംഡ് ആസ് ഗൈഡ് കീസ്. പിന്നെ ദ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് കീബോർഡ് ഈസ് നോട്ട് അറേഞ്ച്ഡ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ ഓർ ABCD ഓർഡർ. ഓക്കെ. ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് തെറ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെയർലി ഒക്കറിങ് ലെറ്റേഴ്സ് അല്ല മിഡില് ടൈപ്പ് റൈറ്റർ കീബോർഡിൻ്റെ മിഡിലിൽ ഫിക്സ് ചെയ്യുന്നത്. ഫ്രീക്വൻ്റ് ആയിട്ട് ഒക്കർ ചെയ്യുന്ന ലെറ്റേഴ്സാണ് മിഡിലിൽ ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ റെയർലി ഒക്കറിങ് ലെറ്റേഴ്സ് 2 സൈഡിലേക്കായിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അതായത് റെയർലി ഒക്കറിങ് ലെറ്റേഴ്സ് ടൈപ്പ് റൈറ്ററിൻ്റെ 2 സൈഡിലേക്കാണ് ചെയ്യുന്നത്. അതേസമയം ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ലെറ്റേഴ്സാണ് മിഡിലായിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് ഓവർ ഹെഡ് പേപ്പർ ബെയിൽ? താഴെ തന്നിട്ടുള്ളത് ഓവർ ഹെഡ് പേപ്പർ ബെയിലുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അതായത് ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ. അതായത് ഇവിടെ നോക്കാം, ഓവർ ഹെഡ് പേപ്പർ ബെയിൽ ഹോൾഡ്സ് ദ പേപ്പർ ഫേംലി അറ്റ് ദ ടോപ്പ് ആൻഡ് പ്രിവെൻറ്റ്സ് ദ പേപ്പർ ഫ്രം ഫ്ലൈയിങ് ഇൻ ദ എയർ. Overhead paper bale is pressing the paper tightly as it assists in getting clear-cut impressions. Overhead paper bale firmly holds the paper to type up to the every bottom of the paper. Okay. അപ്പോൾ ഇതിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഈ ഓവർ ഹെഡ് പേപ്പർ ബെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ടൈപ്പ് റൈറ്ററിൽ ഈ അതായത് നമ്മൾ പേപ്പർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിലേക്ക് ഒരു സ്കെയിൽ പോലുള്ള ഒരു സാധനം, ചതുരം പോലത്തെ ഒരു വടി പോലത്തെ ഒരു സാധനം നമ്മൾ മുന്നിലേക്ക് വെക്കും. അതിനാണ് ഈ ഓവർ ഹെഡ് പേപ്പർ ബെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ഈ പേപ്പർ കാറ്റിൽ പറക്കുന്നത് തടയും. പിന്നെ അതുപോലെ തന്നെ ആ പേപ്പറിനെ ടൈറ്റായിട്ട് പ്രസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലിയർ കട്ട് ഇംപ്രഷൻ കിട്ടുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ വരെ, ആ പേപ്പറിൻ്റെ താഴെ വരെ ടൈപ്പ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ക്ലീനിങ് ഓഫ് എ ടൈപ്പ് റൈറ്റർ? ടൈപ്പ് റൈറ്റർ ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓൾ ഓഫ് ദീസ് ആണ്. ഹാർഡ് ടൈപ്പ് ക്ലീനിങ് ബ്രഷ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ടൈപ്പ് ഫേസസ്. ലോങ് ഹാൻഡിൽഡ് സോഫ്റ്റ് ബ്രഷ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ഔട്ടർ പാർട്സ് സച്ച് ആസ് carriage etc. വെയർ ബ്രഷ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ഇന്നർ പാർട്സ് സച്ച് ആസ് കീ ലിവേഴ്സ് etc. അതായത് ഈ ഹാർഡ് ടൈപ്പ് ക്ലീനിങ് ബ്രഷാണ് ടൈപ്പ് ഫേസസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ലോങ് ഹാൻഡിൽഡ് സോഫ്റ്റ് ബ്രഷാണ് ഔട്ടർ പാർട്സ്, അതായത് ക്യാരേജ് പോലുള്ള ഔട്ടർ പാർട്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വയർ ബ്രഷാണ് നമ്മൾ ഈ കീ ലിവേഴ്സ് ഇന്നർ പാർട്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്യാരേജ് റാക്ക് മൂവ്സ് ഓൺ ദ ഡാഷ് വീൽ ടുവാർഡ്സ് ലെഫ്റ്റ് ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് ദ മെയിൻ സ്പ്രിങ്. അതായത് ക്യാരേജ് റാക്ക് ഏത് വീലിൻ്റെ മുകളിലാണ് പോകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പീനിയൻ വീലാണ്. പീനിയൻ വീലിൻ്റെ മുകളിലാണ് ക്യാരേജ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ക്യാരേജ് റാക്ക്. When the carriage is at rest, the dash dog is holding the tooth of the escapement wheel and prevents it from rotating towards left. അതായത് ഈ ക്യാരേജ് റെസ്റ്റിലിരിക്കുമ്പോൾ
ഏത് ഡോഗാണ് എസ്കേപ്പ്മെൻറ്റ് വീലിൻ്റെ ടൂത്ത് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ അത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യിക്കാതിരിക്കാൻ സഹായിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലൂസ് ഡോഗാണ്. ലൂസ് ഡോഗാണ് റെസ്റ്റിൽ ഇരിക്കുമ്പോൾ ആ ഒരു എസ്കേപ്പ്മെൻറ്റ് വീലിൻ്റെ ടൂത്ത് ഹോൾഡ് ചെയ്യുന്നത്. അതേസമയം അവിടെ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ റിജിഡ് ഡോഗാണ് ഈ ലൂസ് ഡോഗ് പിടിച്ചിട്ടുള്ള ആ ഒരു ടൂത്ത് റിലീസ് ചെയ്യുമ്പോൾ അത് പിടിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് മെക്കാനിസം കണ്ടെയ്ൻസ് ലൂസ് ഡോഗ്, റിജിഡ് ഡോഗ്, എസ്കേപ്പ്മെൻറ്റ് വീൽ ആൻഡ് പീനിയൻ വീൽ ടു എഫക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് ഓഫ് ദ ക്യാരേജ്. അതായത് ഏത് മെക്കാനിസമാണ് ലൂസ് ഡോഗ്, റിജിഡ് ഡോഗ്, എസ്കേപ്പ്മെൻറ്റ് വീൽ, പീനിയൻ വീൽ ഇതിൻ്റെയൊക്കെ എഫക്റ്റിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് ക്യാരേജിന് വരുത്തുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, റോക്കർ മെക്കാനിസം ആണ്. റോക്കർ മെക്കാനിസം. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം ദ ഫോളോയിങ് സിമ്പിൾ യൂസ്ഡ് ഫോർ പ്രൂഫ് കറക്ഷൻ ഫൈൻഡ് ദ കറക്റ്റ് ആൻസർ. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2 and 3 ഓൺലി. അതായത് ഇവിടെ ക്ലോസപ്പ്, പുട്ട്, അപ്പോസ്ട്രോഫി, ഇൻസേർട്ട് ബ്രാക്കറ്റ് ഇതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇ ആൻഡ് ഒ ഇ സ്റ്റാൻഡ്സ് ഫോർ. ഇ ആൻഡ് ഒ ഇ എന്നുള്ളത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അതായത് അതിൻ്റെ ഫുൾ ഫോം. ആൻസർ ഓപ്ഷൻ സി ആണ്, എറേഴ്സ് ആൻഡ് ഒമിഷൻസ് എക്സെപ്റ്റഡ്. If one of the tooth of the escapement wheel is broken, there will be dash space movement in the carriage after every 14 degrees periodically. If one of the tooth of the escapement wheel is broken, there will be dash space movement in the carriage after every 14 degrees periodically. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡബിൾ ആണ്, ഡബിൾ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക. ഇത് റെയർ ക്വസ്റ്റ്യൻ ആണ്. അതായത് എസ്കേപ്പ്മെൻറ്റ് വീലിലെ ഒരു ടീത്ത് ബ്രോക്കൺ ആയിക്കഴിഞ്ഞാൽ അവിടെ ഡബിൾ ലൈൻ സ്പേസ് മൂവ്മെൻ്റ് ആണ് ഓരോ 14 ഡിഗ്രി പീരിയോഡിക്കലി വരുമ്പോൾ വരുന്നത്. ഓക്കെ, അടുത്തത് 10 മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. തെറ്റായ പദം വ്യത്യസ്തം എന്നുള്ളതാണ്. അവിടെ പ്രസ്താവന എന്നെഴുതിയ രീതിയിലാണ്, തായാണ് ഇവിടെ വ്യത്യസ്തത്തിന് വരേണ്ടത്. അപ്പോൾ ശരിയായിട്ടുള്ള പദങ്ങൾ പ്രസ്താവന, അധിഷ്ഠിതം, പലവ്യഞ്ജനം. ഫ്രം എന്നതിന് തുല്യമായ മലയാള പദം പ്രേക്ഷകനാണ്, പ്രേക്ഷകൻ. ഓക്കെ, പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ടി വി പ്രേക്ഷകൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് വരുന്നത്. സന്നിപം എന്ന പദത്തിൻ്റെ അർത്ഥം തുല്യമാണ്, തുല്യം. തെറ്റില്ലാത്ത പദം യാദൃച്ഛികമാണ്, യാദൃച്ഛികം. വെൻ പിഗ്സ് ഫ്ലൈ, ഈ ഇംഗ്ലീഷ് പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സംഭവിക്കാൻ സാധ്യത തീരെ കുറഞ്ഞതാണ്, സംഭവിക്കാൻ സാധ്യത തീരെ കുറഞ്ഞത്. ശരിയായ രൂപം നിഘണ്ടു എന്നുള്ളതാണ്. ലോകപരിജ്ഞാനം കുറവുള്ള ആൾ എന്നർത്ഥം വരുന്ന പ്രയോഗം കൂപമണ്ഡുക. തെറ്റായ ജോഡി ഏകം ദ്വിത്വം, ഏകം ദ്വിത്വം. ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് വിണ്ണാറാണ്, വിണ്ണാറ്. കളയബരം, തനു, വപുസ്, ഗാത്രം ഇവ ഏത് പദത്തിൻ്റെ പര്യായങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം, ശരീരം. അടുത്തത് 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ചൂസ് ദ കറക്റ്റ് ഇഡിയം ഫോർ ക്വസ്റ്റ്യൻ 81 and 82. ടീച്ചിങ് അറ്റ് ദ ലോക്കൽ കോളേജ് ഈസ് ഹിസ്. അതായത് ലോക്കൽ കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗമാണ് എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള ഇഡിയം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ ബി ആണ്, ബ്രെഡ് ആൻഡ് ബട്ടർ ആണ്, ബ്രെഡ് ആൻഡ് ബട്ടർ. അടുത്തത്. ദ മാഗസീൻ ഹാസ് ബീൻ ഡാഷ് സിൻസ് ഇറ്റ്സ് ന്യൂ ഡയറക്ടർ ടുക്ക് ഓവർ. ദ മാഗസീൻ ഹാസ് ബീൻ ഡാഷ് സിൻസ് ഇറ്റ്സ് ന്യൂ ഡയറക്ടർ ടുക്ക് ഓവർ. ആൻസർ ഓപ്ഷൻ സി, കോയിനിങ് മണി. Choose the correct phrasal verb. She asked her friend to dash to England for a holiday. Choose the correct phrasal verb. She asked her friend to dash to England for a holiday. Answer option C, come over ആണ്. Choose the correct reported speech from the following sentence. John said, it has been pleasant meeting you. It has been pleasant meeting you. ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ബാക്കിയുള്ള സെൻറ്റൻസ്, അതായത് റിപ്പോർട്ട് ചെയ്യേണ്ട സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഇവിടെ വാസ് എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബേ ഇല്ല. ഓക്കെ,
പിന്നെയെന്ന് പറയുമ്പോൾ ഹാസ് ഹാഡ് ആയിട്ട് മാറണം. അവിടെ ഒറ്റൊരു ഓപ്ഷൻ മാത്രമേ ഹാസ് ഹാഡ് ആയിട്ടുള്ള ഓപ്ഷൻ എ ആണ്. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ജോൺ റിമാർക്ക് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ പ്ലസന്റ് മീറ്റിംഗ് ഹെർ. ഓക്കെ. അടുത്തത് ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് വേർബ്. ഐ ഡാഷ് ഹിസ് ലെറ്റർ എ വീക്ക് എഗോ. ഓക്കെ. അപ്പോൾ ഇവിടെ ഹിൻഡ് വേർഡ് ഉണ്ട്, എ വീക്ക് എഗോ എന്നുള്ളതാണ്, അതായത് ഒരു ആഴ്ച മുന്നേ. അപ്പോൾ എന്ത് വരണം അവിടെ? പാസ്റ്റ് ടെൻസ് ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, റിസീവ്ഡ് ആണ് വരുന്നത്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. യു ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. യു ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. അവിടെ സെൻറ്റൻസ് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ടാഗ് വരണം. ഓപ്ഷൻ സി, ഓപ്ഷൻ എ ക്യാൻസൽ. ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ക്യാൻസൽ ചെയ്തു. ഇനി നമുക്കിവിടെ ഇവിടെ വരുന്ന ഓക്സിലറി വെർബ് ഏതാണ്? ഡു ആണ് വരുന്നത്. അപ്പോൾ ഡു യു. ആൻസർ ഓപ്ഷൻ ബി ആണ്. ചൂസ് അപ്രോപ്രിയേറ്റ് അഡ്ജക്റ്റീവ്. ഐ വാണ്ട് ടു ഹാവ് എ കപ്പ് ഓഫ് ഡാഷ് ടീ. എന്ത് ടീ ആണ് നമ്മൾ കുടിക്കുക? ആൻസർ ഓപ്ഷൻ ബി, സ്ട്രോങ് ടീ ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ 88 to 90. Read the passage given and answer the questions that follow. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കാം. വാട്ട് ഈസ് ആർക്കിയോളജിക്കൽ റെക്കോർഡ്? ഇറ്റ് ഡസ് നോട്ട് consist of isolated monuments rising from the level field or stray bits of stone, metal or earthenware turned up by a plow or bulldozer. Such are only potential archaeological documents. By themselves, they would be of little use. It is only because we find lost trifles, scrapes in house floors, mortuary offerings in graves, or relics in some other kind of context that they can become archaeological data. In fact, the outlandish names and mystic figures are really just conventional labels for serialized division of archaeological time. ഇവിടെ ആർക്കിയോളജിക്കൽ റെക്കോർഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ആർക്കിയോളജിക്കൽ റെക്കോർഡ്സ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഒന്ന് വായിച്ചു നോക്കാം. Archaeological records consist of monuments, stray bits of stone, metal or earthenware found in some kind of context. അത് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഇതിൽ നോക്കാം. It consists of isolated monuments rising from the level field or stray bits of stone, metal or earthenware turned up by a plow or bulldozer. അത് പറയുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിനോണിം ഓഫ് ഐസൊലേറ്റഡ്? ഐസൊലേറ്റഡ് എന്നതിൻ്റെ സിനോണിം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ലൂഡഡ് ആണ്. സെക്ലൂഡഡ്. അടുത്തത് പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് വെരി സ്ട്രേഞ്ച്. വെരി സ്ട്രേഞ്ച് എന്നതിൻ്റെ വാക്ക്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഔട്ട്ലാൻഡിഷ് ആണ്. ഔട്ട്ലാൻഡിഷ്. ഓക്കെ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.